ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നേക്കുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ഇന്നും നമുക്ക് അടുക്കള വിശേഷങ്ങളൊന്നുമില്ല. നമ്മുടെ സപ്താഹമൊക്കെ ഇങ്ങനെ കഴിയാറൊക്കെ ആയി വരുന്നു. ഇന്നിപ്പം അമ്പലത്തിൽ പോകുന്നില്ല കേട്ടോ. അമ്പലത്തിൽ അന്നദാനം കഴിക്കാൻ പോകുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ അടുക്കള വിശേഷങ്ങൾ ഇപ്പം സപ്താഹം നടക്കുന്നത് കൊണ്ട് നമ്മൾ മീൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പുറകോട്ടാണല്ലോ. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അടുക്കള വിശേഷങ്ങൾ. എനിക്കാണെങ്കിൽ മീനില്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല കേട്ടോ. നമുക്ക് മീനുണ്ടെങ്കിൽ എനിക്കങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ സത്യം കേട്ടോ. മീനില്ലാതെ എനിക്കങ്ങ് ദേഷ്യം വരും. അതുകൊണ്ടാണ് നമ്മൾ അടുക്കള വിശേഷങ്ങളെ ഒരു 5-6 ദിവസമായിട്ട് നമ്മൾ ഒഴിവാക്കിയേക്കുന്നത് കേട്ടോ. എന്നാലും നമുക്ക് ഇത്തിരി നേരം ഇരുന്ന് വർത്താനം പറയാം. എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ. ഇവന് ഞാൻ അടി കൊടുക്കും. എടുത്തതേ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴേ കുഴപ്പമാണ് കേട്ടോ. ഫുൾ നിറഞ്ഞു കിടന്നത്. അതൊക്കെ ഡിലീറ്റ് ആക്കി. എൻ്റെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് എനിക്കൊന്ന് ഷെയർ ചെയ്യേണ്ടിയിരുന്നെങ്കിൽ എനിക്ക് സങ്കടം വരത്തില്ലേ? കുറച്ച് കൂട്ടുകാർക്കും സങ്കടം വരുമായിരിക്കും. നമുക്ക് ഒരാളെ കാണാതെ പോയാൽ നമുക്കൊരു സങ്കടമൊക്കെ വരും. ഇപ്പം നമ്മുടെ കൂട്ടുകാരെ അച്ഛമ്മ എനിക്ക് കമൻ്റൊക്കെ അയച്ചു കേട്ടോ. അച്ഛമ്മയ്ക്ക് ഇച്ചിരി എന്തോ അസുഖത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കേട്ടോ. ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ പ്രായമുള്ള അച്ഛമ്മയല്ലേ. അവരൊക്കെ റെസ്റ്റ് എടുക്കട്ടെ. വീഡിയോ ഒക്കെ ഇടുമായിരിക്കും കേട്ടോ. കമൻ്റൊക്കെ അയച്ചു. ഞാൻ എന്താ അച്ഛമ്മേ എന്താ വീഡിയോ ഒന്നും ഇടാത്തതെന്ന് ഞാൻ ചോദിച്ചു. എപ്പോഴും നമ്മളുമായിട്ട് കൂട്ടാണ് അച്ഛമ്മ. പറഞ്ഞു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ട്. അതിന് മരുന്നൊക്കെ കഴിക്കുക. അച്ഛമ്മേ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേഗം സുഖമായിട്ടൊക്കെ എളുപ്പം ഓടി വായോ. ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഓടി ആയോ കേട്ടോ. പിന്നെ വണ്ടി വേറെ ഏതോ വഴിക്ക് വന്നു പറഞ്ഞ കാര്യം എന്തോ. നമ്മുടെ അടുക്കള വിശേഷങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമല്ലോ. ഇന്നലെ ഭയങ്കര ഇടിയും മിന്നലും മഴയൊക്കെ ആയിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ല. വൈകിട്ട് അമ്മ വിളിച്ച് പറയുന്നു. ആ സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു. ഭയങ്കര ഇടിയായിരുന്നു. പക്ഷേ നമ്മുടെ കുളക്കട ആ ഭാഗത്ത് നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് കൊച്ചു വീടുകൾ കുറച്ച് ഭാഗത്തുകളുണ്ട് കേട്ടോ. കുറച്ച് കുഞ്ഞു വീട്ടിലൊക്കെ താമസിക്കുന്നവർ. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത്. അത് ചില സമയത്ത് വീടൊക്കെ തുറന്ന് മഴയൊക്കെ ആണെങ്കിൽ തുറന്നൊക്കെ ഇടുമല്ലോ. അവിടെ ഒരു ബൗബവും ഉണ്ട് കേട്ടോ. നല്ല രസം അവനെ കാണാൻ. വെളുത്ത് സുന്ദര കുട്ടപ്പനെ. നമ്മളൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ വീടിൻ്റെ വാതിൽക്ക് വരും. നാത്തൂനും അമ്മയൊക്കെ എന്തെങ്കിലും ഇട്ട് കൊടുക്കും. അങ്ങനെ അത് കഴിച്ചിട്ട് അവൻ പോകും. അങ്ങനെ ആ മഴ സമയത്ത് അവൻ ആ വീടിൻ്റെ വാതിൽക്ക് കിടന്നതായിട്ടോ. വീട് കൊച്ചു വീടാണ്. കതക് തുറന്ന് കിടന്നത് കൊണ്ട് അവൻ അതിൻ്റെ ഫ്രണ്ടിലെങ്ങാണ്ട് കിടന്ന വീട്ടുകാരത്തി കുടുംബിനിയുണ്ട് അകത്ത്. അവൾ അതിനകത്തെങ്ങാണ്ട് ഇരിക്കുകയോ എന്തോ ചെയ്തയായിരുന്നു കേട്ടോ. ഈ പടിഞ്ഞാറ് അങ്ങോട്ടാണ് ദർശനം കേട്ടോ. വീടിൻ്റെ ദർശനം പടിഞ്ഞാറ്. അവിടുന്ന് ഒരു നീല ഭയങ്കരമായിട്ടൊരു വെട്ടോ മിന്നലായിരിക്കും കേട്ടോ. അവർ കണ്ടെന്ന് പറയുന്നു. അതിങ്ങനെ ശക്തിയായിട്ട് പെരയ്ക്കകത്തോട്ട് വന്ന് അടിച്ചു ഈ നമ്മുടെ പട്ടിക്കുഞ്ഞനെ കേട്ടോ. അവനങ്ങ് ബോധം കിട്ടുമെന്ന് വീണെന്ന് അവിടെ തന്നെ വീണ് അവൻ കിടന്നങ്ങ് പെടയ്ക്കുമായിരുന്നു. അതിനെ ആയിരിക്കും അങ്ങോട്ട് ഏറ്റത്. അവനായിരിക്കും ആ ഇടി ഏറ്റത് കേട്ടോ. അവൻ കിടന്നങ്ങ് പെടയ്ക്കും. അവനും ബോധമില്ലായിരുന്നെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ എന്തോ എന്തെങ്കിലും ചെയ്തായിരിക്കും. എനിക്കറിയത്തില്ല. അമ്മ പറഞ്ഞ കാര്യം. നോക്കിക്കണം ദൈവമേ. ഏതോ ഒരു വലിയ ഒരു ആപത്ത് വരാനിരുന്നയായിരുന്നു കേട്ടോ. അത് അവൻ അവിടെ കിടന്നതുകൊണ്ട് അവനെ തട്ടി മാറിപ്പോയതാണ്. പിന്നെ അതിൻ്റെ മേലെ വീട്ടിലെ ചേച്ചിക്കും ആ സമയത്ത് തന്നെ വയ്യായിക എന്തോ ആയം കിട്ടിയെന്ന് പറയുന്നത് കേട്ടോ. എനിക്കങ്ങനെ കല്യാണ സമയത്ത് നമ്മൾ വിരുന്നിന് പോയി. നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ വിരുന്നിന് പോയി. അന്നൊക്കെ ഞാൻ വിരുന്നിന് പോകുമ്പോഴും എല്ലാ സ്വർണ്ണവും ഇട്ടുകൊണ്ടായിരുന്നു പോകുന്നത് കേട്ടോ. അത് നമ്മുടെ അണ്ണനൊരു ഇഷ്ടമായിരുന്നു. ഫുള്ള് സ്വർണ്ണം ഇട്ടുകൊണ്ടായിരുന്നു പോകുന്നത് കേട്ടോ. അന്നൊക്കെ ഭയങ്കര ഇതായിരുന്നു. ഇപ്പം പിന്നെ പിള്ളേർ ഇതേ താലിമാല വരെ ഒഴിവാക്കി കേട്ടാ എല്ലാവരും ഇങ്ങനെ നടക്കുന്നത്. പക്ഷെ നമ്മളൊക്കെ അന്ന് ഇവിടെയും ഇവിടുത്തെ അപ്പനും അമ്മയ്ക്കും അങ്ങനെ തന്നെയൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാം ഇടണമെന്നും അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു. എപ്പോഴും ഇട്ടുകൊണ്ട് നടക്കണമെന്നും വിരുന്നിന് പോകുമ്പോൾ. അല്ലെങ്കിൽ ഈ ചെറുക്കനെല്ലാം വിറ്റെന്ന് പറയത്തില്ലേ, നാട്ടുകാർ പറയത്തില്ല. ആ പെൺകൊച്ച് വന്നു കയറി അവളുടെ സ്വർണ്ണം എല്ലാം അവനെ എടുത്തെന്നൊക്കെ പറയത്തില്ലേ എന്നുള്ള ആ ഒരു ഇതായിരിക്കും. പക്ഷെ ഇവിടുത്തെ അപ്പനും അമ്മയ്ക്കും അങ്ങനെ ഇട്ടുകൊണ്ട്
നടക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ സ്വർണം കുറച്ചിട്ടുകൊണ്ട് പോയി കുറച്ച് ഇവിടെ ഇരുന്നു. പക്ഷെ ആ അലമാര പൂട്ടാതെ പോയി. തിരിച്ചു വന്നപ്പോൾ ദൈവമേ എന്തൊക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടം പോലെ കിട്ടി. അത് പൂട്ടാതെ പോയി, തുറന്നിട്ടിട്ടങ്ങ് പോയി. അപ്പോഴും നമ്മളെല്ലാം ഞാനും അങ്ങോട്ട് എന്താ കൊച്ചു പെണ്ണല്ലേ, അപ്പോൾ നമുക്ക് അതിനെ പറ്റിയുള്ള ഒരു ഇതൊന്നും ഇല്ല. അവർ തിരിച്ചു വന്നപ്പോൾ ഇഷ്ടം പോലെ കിട്ടി. അന്ന് സ്വർണ്ണം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, അലമാരയ്ക്കകത്ത് സ്വർണ്ണം ഉണ്ടായിരുന്നു. കുറച്ചെങ്ങാണ്ട് ഞാൻ ഇട്ടുകൊണ്ട് പോയി. അതിൻ്റെ ബാക്കി അതിനകത്ത് ഇരിക്കുന്നു, അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒത്തിരി ഡോസ് രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് കിട്ടി കേട്ടോ. പിന്നെ അങ്ങനെ അല്ല, ഞാൻ പറയുക അപ്പോഴാ പറഞ്ഞു വന്ന കാര്യം, ഞാൻ വിരുന്നിന് പോയി. അപ്പോഴും ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ചോറൊക്കെ വേണ്ടിയിട്ട് ഞാൻ ആ ചേച്ചിയുടെ വീട്ടിലെ വാഷ് ബേസിൻ്റെ അവിടോട്ട് അന്നേരം ഫുള്ള് വളയുണ്ടായിരുന്നു, കൈ നിറച്ച് വളയുണ്ടായിരുന്നു. ജനലിൻ്റെ അവിടെ ആയിരുന്നു വാഷ് ബേസിൻ. അപ്പോഴാണെങ്കിൽ വാഷ് ബേസിൻ്റെ അവിടെ ജനലും വാഷ് ബേസിനും അടുത്തായതുകൊണ്ട് ഇല്ല പടിഞ്ഞാറുന്നാണ്ടല്ലോ മിന്നൽ വന്ന് എൻ്റെ കയ്യിലങ്ങ് അടിച്ചു. സ്വന്തവളയെ കിടക്കുമല്ലോ, അങ്ങോട്ട് പിന്നെ കൈ വന്നങ്ങ് ലേശി എന്തോ പോലെ എനിക്കങ്ങ് എന്തോ പോലെ ആയി എൻ്റെ കൈ കേട്ടോ. അപ്പോഴങ്ങനെ അന്ന് എന്നെ ഇടിയല്ലല്ലോ മിന്നലൊന്ന് ഏശിപ്പോയി. എനിക്ക് ഭയങ്കര പേടി കേട്ടോ. അതാ ഞാൻ എപ്പോഴും പറയുന്നത്, എനിക്ക് ഇടിയും മിന്നലും പേടിയാണ്. അപ്പോൾ ഇന്നലെ അമ്മ വിളിച്ചപ്പോഴാണ് ഇക്കാര്യം പറഞ്ഞത് കേട്ടോ. എൻ്റെ പൊന്നെ എനിക്ക് ഭയങ്കര പേടി, സത്യം പറഞ്ഞാൽ ഇടിയും മിന്നലും കാണും എന്ന് വെച്ചാൽ ഈ നമ്മുടെ അന്തരീക്ഷം ഇങ്ങനെ അങ്ങോട്ട് ചൂടായി കിടക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇടിയും മിന്നലും ഒക്കെ കാണും. അപ്പോൾ നേരത്തെ നമ്മുടെ വീട്ടമ്മമാരായിരിക്കുമല്ലോ വീട്ടിലിരിക്കുന്നത്, ഗൃഹനാഥന്മാരും ജോലിക്കൊക്കെ പോകുന്നവരായിരിക്കുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മെയിൻ സ്വിച്ച് ഓഫ് ആക്കുകയോ പിന്നെ വൈദ്യുതി എല്ലാം നമ്മൾ ഊരിയണം കേട്ടോ. ചിലർ പറയും ഇവിടെ ഊരിയായത്തില്ല, പക്ഷെ ഞാൻ എവിടെങ്കിലും ഒരു മഴക്കോളെന്ന് വരുമ്പോൾ തന്നെ ഞാനെല്ലാം ഊരിയിടും കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയെന്ന് വെച്ചാൽ ഞാൻ പറയത്തില്ലേ, ഞാൻ ഇടിയും മിന്നലും ഒക്കെ ഉള്ളപ്പം കട്ടലിൻ്റെ മേളിൽ കയറിയിരിക്കും. എൻ്റെ അപ്പനും അത് തന്നെ പറയും, എൻ്റെ അപ്പനും അത് തന്നെ കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര പേടി ഇടിയും മിന്നലും. അതിനെല്ലാവരും കളിയാക്കാം, വാപ്പിനും മൂക്കും ഭയങ്കര പേടിയാണ്. പക്ഷേ ഈ പിള്ളേർക്കൊന്നും പേടിയില്ല, എനിക്ക് ഭയങ്കര പേടിയാട്ടോ. അങ്ങനെ ഇന്നലത്തെ സംഭവം ഞാൻ പറഞ്ഞു ചെയ്ത് തരുമേ. പിന്നെ ആ പട്ടിക്കുട്ടനാണെങ്കിൽ അവനങ്ങ് ഭയങ്കര ബോധക്കേട് വന്ന് ഭയങ്കര, അവനെ നല്ല സുന്ദരനാണ് കാണാൻ കേട്ടോ, നല്ല വെളുത്ത് നല്ല രസം അവനെ കാണാൻ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കേട്ടോ, അത് ഞാൻ പറഞ്ഞു ചെയ്ത് കേട്ടോ. അപ്പോഴേ അങ്ങനെ നമുക്ക് അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇടിയും മിന്നലും ഒക്കെ ഉള്ളപ്പോൾ എല്ലാവരും സൂക്ഷിക്കണം കേട്ടോ. എല്ലാം കറണ്ടൊക്കെ ഇപ്പം പിന്നെ ട്രിപ്പാവുന്ന ഇതൊക്കെയാണല്ലോ നമുക്കെല്ലായിടത്തും ഉള്ളത് കേട്ടോ. അപ്പോഴങ്ങനെയൊക്കെ ഇന്നിപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നു. അമ്മണിക്ക് ഞാൻ തുണി നേരത്തെ മഴയ്ക്ക് മുമ്പേ തുണി കഴുകാൻ കൊടുത്തിട്ടാണ് ഞാൻ വന്നിരുന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോഴേ പിന്നെന്തുകൊണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ 3-4 ദിവസം കൊണ്ട് നമ്മുടെ അടുക്കള വിശേഷങ്ങളൊന്നുമില്ല, കാണിക്കുന്നില്ല. അപ്പോഴിങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പോഴേ തീർച്ചയായിട്ടും എല്ലാവരുടെയും പരസ്പരം സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളൊക്കെ മുൻപോട്ട് പോകത്തുള്ളൂ കേട്ടോ. അപ്പോഴേ ഒത്തിരി സന്തോഷം എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് കേട്ടോ. പിന്നെന്താ അപ്പോഴും നമ്മൾ വേറെ ഒരു കാര്യം പറയാൻ വന്നത്, നിങ്ങൾ സിന്ദൂരം അണിയുന്ന സ്ത്രീകളായിരിക്കുമല്ലോ, വിവാഹിതരായ സുമംഗലികളായ സ്ത്രീകളെ തീർച്ചയായിട്ടും പിന്നെ സിന്ദൂരം അണിയണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. എൻ്റെ ഒരു ഇത് സത്യം, സിന്ദൂരം നമ്മൾ സ്വല്പമെങ്കിലും ഒന്ന് ഇടണം. അല്ലെങ്കിൽ ഒരു എനിക്കത് ഇഷ്ടമല്ല അങ്ങനെ ഇടാതെ നടക്കുന്നവർ. എനിക്ക് അറിയാവുന്നവരോട് ഞാൻ പറയും സിന്ദൂരം ധരിക്കണമെന്ന് കേട്ടോ. സിന്ദൂരം ധരിക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു ലോഡ് സിന്ദൂരം നമ്മൾ എന്നും ഇടുന്നത് കേട്ടോ. എനിക്കതില്ലെങ്കിൽ ഒരു ഭയങ്കര ദേഷ്യം. പിന്നെ പീരീഡ് സമയം നമ്മൾ പണ്ടൊക്കെ ഉള്ള അമ്മമാരൊക്കെ പറയാം പീരീഡ് സമയത്ത് നമ്മൾ അങ്ങനെ സിന്ദൂരം ഇടരുത്. പക്ഷെ ഞാൻ ഇടും കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഭർത്താവിനെ കളയാനൊക്കത്തില്ല. ആ സമയത്ത് നമുക്ക് നമ്മുടെ ഭർത്താവിനെ കളയാനൊക്കെ ഇല്ല. അപ്പോഴും ഞാൻ പക്ഷേ ആ സമയത്തും നമ്മൾ സിന്ദൂരം അണിയാറുണ്ട് കേട്ടോ. അങ്ങനെ പണ്ടിങ്ങനെ പറയുന്നത് കേൾക്കാം. അങ്ങനെ ആ സമയത്ത് നമ്മൾ സിന്ദൂരം ഇടരുതെന്ന്. പക്ഷെ ഞാൻ ഇടുകയെ. പിന്നെ ചന്ദനമൊക്കെ ഒഴിവാക്കും നമ്മൾ. ആ സമയത്ത് നമ്മൾ അതൊന്നും ചെയ്യത്തില്ലല്ലോ കേട്ടോ. അപ്പോഴേ സുമംഗലികളായ സ്ത്രീകൾ സിന്ദൂരം അണിയണം. നമ്മുടെ ഇവിടെയൊക്കെ അത്ര ഇല്ലായിരിക്കും കുപ്പിവിള. തമിഴ് വീടുണ്ടല്ലോ, അവരൊക്കെ ആണെങ്കിൽ നിറച്ചും കുപ്പികള ഇടും. ഞാൻ മിഞ്ചിയുണ്ട് കേട്ടോ. എനിക്ക് മിഞ്ചിയുണ്ട്. കല്യാണം കഴിഞ്ഞപ്പോൾ മിഞ്ചി ഇടാൻ തുടങ്ങി. അപ്പോഴാണല്ലോ നമ്മൾ വിവാഹം കഴിയുമ്പോഴാണല്ലോ കാലം മിഞ്ചി ധരിക്കുന്നത്.
കാലം ഇഞ്ചി വേണം. പിന്നെ ഇത്തിരി പൂ കിട്ടുവാണെങ്കിൽ പിന്നെ അതും വെക്കാം കേട്ടോ. സുമംഗലികളായ സ്ത്രീകൾ അങ്ങനെയൊക്കെ ധരിച്ച് നടക്കണം. ഒന്നും ഉപേക്ഷ വിചാരിക്കേണ്ട കേട്ടോ. വല്ലവരും വിചാരിക്കും അണിഞ്ഞൊരുങ്ങി നടക്കുവാണെന്ന്. ആണെന്ന് ഒന്നുമല്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഭർത്താവിന് വേണ്ടിയുള്ളതാണ്. സീമന്തരേഖയിൽ സിന്ദൂരം ധരിക്കുന്നതൊക്കെ നമ്മുടെ ഭർത്താവിന് വേണ്ടിയുള്ളതാണ് കേട്ടോ. അവർക്ക് എന്താ ദീർഘായുസ് കിട്ടാനും നമ്മൾ സുമംഗലികളായി തീരാനും ഒക്കെയാണ് നമ്മൾ സീമന്തരേഖയിൽ സിന്ദൂരം ധരിക്കുന്നത്. പിന്നെ ലക്ഷ്മി കടാക്ഷം ഉള്ളവരായിരിക്കും നമ്മളൊക്കെ കേട്ടോ. സത്യമായിട്ടും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും നമ്മൾക്കൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ അവർ ഐശ്വര്യവതികളായിട്ടും ഇരിക്കും. ഞാൻ സുപ്ര പറയുന്നത് കള്ളത്തരാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കൂടി അറിയിച്ചോളൂ കേട്ടോ. അവർ ഐശ്വര്യവതികളായിരിക്കും, സുന്ദരികളായിരിക്കും. ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒന്ന് സിന്ദൂരം ധരിച്ചോട്ടെ എന്ന് വിചാരിച്ചാണ്, അണിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചൊന്നുമല്ല ഞാനിങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. സുമംഗലികളായ സ്ത്രീകൾ തീർച്ചയായിട്ടും സിന്ദൂരം അണിയണം കേട്ടോ. അപ്പോഴും നമ്മുടെ സീമന്തരേഖ മേടൻ രാശി കേട്ടോ. ഞാനിതൊക്കെ കാണാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ നമുക്ക് യൂട്യൂബിൽ കൂടി ഞാൻ തീർച്ചയായിട്ടും ഇതൊക്കെ ഞാൻ കാണുന്നതും കേൾക്കുന്നതും ഒരാളായതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ഒരു കൂട്ടത്തിലാണ് കേട്ടോ. നമ്മുടെ സീമന്തരേഖ മേടൻ രാശിയാണ് കേട്ടോ. നമ്മളതൊക്കെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ പറയാം കേട്ടോ. പിന്നെ ഭർത്താവിന് ദീർഘായുസ്സും ഭാര്യയ്ക്ക് സർവ്വ ഐശ്വര്യവും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ നമ്മൾ സിന്ദൂരമൊക്കെ ധരിക്കുന്നത് കൊണ്ട്. പിന്നെ നമ്മുടെ ഭർത്താവിനോട് സ്നേഹവും പ്രണയവും എവിടുന്നാന്നറിയത്തില്ല വന്നു ചേരും. സത്യമായിട്ടുമാണ് പിള്ളേരെ, സത്യമായിട്ടാണ് കേട്ടോ. ഇതൊക്കെ വെറുതെ അല്ല ഞാനീ പറയുന്നത്. അവരോട് സ്നേഹവും പ്രണയവും ഒക്കെ ഉണ്ടാവും കേട്ടോ. സത്യമായിട്ടുമാണ്. നിങ്ങളല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചു നോക്കൂ. പിന്നെന്താണ് നമ്മൾ സീമന്തരേഖയിൽ സിന്ദൂരം അണിയുമ്പോൾ ആരെയൊക്കെ ഏത് ചേച്ചിമാരെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്? നമ്മുടെ പാർവതി ചേച്ചിയെയും ദുർഗാദേവി ചേച്ചിയെയും നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവരുടെ ഒരു അവരുടെ ഒരു നാമമൊക്കെ ചൊല്ലി നമുക്കറിയാവുന്നവരാണെങ്കിൽ കേട്ടോ, അവരുടെ ഒരു നാമമൊക്കെ ചൊല്ലി നമുക്ക് അതൊക്കെ സീമന്തരേഖയിൽ സിന്ദൂരം അണിയാം കേട്ടോ. വെറുതെ അല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സീമന്തരേഖയിൽ സിന്ദൂരം ഇടുന്നത്. അപ്പോഴെൻ്റെ ഒത്തിരി കൂട്ടുകാർ ഇത്രയേ വാരി ഇടുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കും. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടം കേട്ടോ. നമ്മുടെ ഭർത്താവിനോട് നമുക്ക് എങ്ങുമില്ലാത്തൊരു പ്രണയം ഉണ്ടാവും, അതോട് സ്നേഹം ഉണ്ടാവും. തിരിച്ച് അവർക്കും നമ്മളോട് അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിനകത്ത് ചേച്ചിമാർ പറയും, ഇടാത്ത ചേച്ചിമാർ പിന്നെ എന്നെ എടുത്തിട്ട് അടിക്കാൻ വരുമായിരിക്കും. ഞാൻ ഇടുന്നില്ലല്ലോ, എൻ്റെ ഭർത്താവിന് കുഴപ്പമില്ല, എൻ്റെ ഭർത്താവിന് പ്രണയമുണ്ട്, സ്നേഹമുണ്ടെന്നൊക്കെ പറയുമായിരിക്കും. എന്നാലും അതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ഓരോ കാഴ്ചപ്പാടും അഭിപ്രായങ്ങളും ആയിരിക്കാം കേട്ടോ. എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇടാതിരിക്കുന്നവരോട് ഞാൻ പറയുന്നതേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഒരു ഞാൻ എങ്ങനെയാണോ അത് നിങ്ങളും ചെയ്യണമെന്ന് തന്നെയാണ് എനിക്കൊരു ഇഷ്ടം കേട്ടോ. ഈ ഒരു അനുജത്തി പറയുന്നതായിട്ടൊക്കെ വിചാരിച്ചാൽ മതി കേട്ടോ. എപ്പോഴും നമ്മുടെ ഭർത്താവിനെ കൂടെ കരുതാനും അവരോട് സ്നേഹം മാത്രം കൊടുക്കാനും ഒക്കെ നമ്മളൊക്കെ അവളുമാർ കൂടെ കിളികളെ അവിടെ സ്നേഹം കൊടുക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ് കേട്ടോ. അവിടെ പരസ്പര ബഹുമാനവും വിശ്വാസവും ഒക്കെ വേണം നമ്മുടെ കുടുംബ ജീവിതത്തിലല്ലേ. ഞാൻ പറഞ്ഞത് കള്ളത്തരമാണോ എന്നൊന്നും പറയണേ ആണെങ്കിൽ ഈ സുപ്രൂനെ എത്ര വേണേലും നിങ്ങൾ അടിച്ചോ തല്ലിക്കൊന്നു ആരും ചോദിക്കാൻ പറ്റത്തില്ല ഈ ഒരു കാര്യത്തിൽ കേട്ടോ. അവിടെ അങ്ങനെയൊക്കെ പിന്നെന്താ എന്നും ഇന്നാളിൽ ഞാൻ പറഞ്ഞ അപ്പോൾ ഞാൻ സിന്ദൂരം ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം വീഡിയോ ഒക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. സിന്ദൂരം ഉണ്ടാക്കുന്നത് മഞ്ഞളും നമ്മുടെ വീട്ടിലെ മഞ്ഞളും ചെറുനാരങ്ങയുടെ നീരും വെച്ചാണ് സിന്ദൂരം ഉണ്ടാക്കുന്നത്. പക്ഷേ ഇപ്പോഴെല്ലാം നമ്മൾ വാങ്ങിക്കുന്നതെല്ലാം കെമിക്കലുകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വരെ എനിക്ക് സിന്ദൂരം അണിയുമായിരുന്നു കേട്ടോ. ഇടുമായിരുന്നു സിന്ദൂരം. ഇവിടെ വരെ ഞാൻ ഇടുമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നായിരുന്നു ഞാൻ ഇടുന്നത്. പക്ഷേ ഇത് ഇപ്പം നമ്മൾ വാങ്ങിക്കുന്ന ഈ സിന്ദൂരം കെമിക്കൽ ആയതുകൊണ്ട് തന്നെ എനിക്ക്
എൻ്റെ മുടി അങ്ങോട്ട് കയറാൻ തുടങ്ങി. എന്ന് വെച്ചാൽ പൊഴിഞ്ഞു പോവാന്ന് തോന്നുന്നു, കെമിക്കലായതുകൊണ്ട്. അപ്പോഴും ഞാൻ പിന്നെ ദേ അവിടുന്ന് ഇങ്ങോട്ടാക്കി കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ തന്നെയാണ് അന്ന് മുതലേ ഞാൻ സിന്ദൂരം ഇടുന്നത് കേട്ടോ. എൻ്റെ നാത്തുമാരുടെ മക്കളൊക്കെ പറയും അത്ത അവരൊക്കെ എപ്പോഴും കാണുന്നതല്ലേ, അപ്പോൾ അത്ത ഇങ്ങനെയാണ് ഇടുന്നത്. അവരൊക്കെ എന്നെ അത്തയെന്നാണ് വിളിക്കുന്നത് കേട്ടോ. അത്ത ഇങ്ങനെ തന്നെ സിന്ദൂരം ഇടുന്നത്. അന്ന് മുതലേ ഞാൻ ഇങ്ങനെ സിന്ദൂരം ഇടുന്നത് കേട്ടോ. ഇച്ചിരി മുൻപോട്ട് എന്താ ഒരു ഗോപി മാതിരി കേട്ടോ. ചിലപ്പം ഗോപി എന്തുവാ മുരളിയായി പോവും കേട്ടോ. എന്നാലും എപ്പോഴും ഞാൻ സിന്ദൂരം ഇങ്ങനെ ഇടുന്നത് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണത്. ഞാനത് തുറന്നു കിടക്കുവാണ്. അപ്പോൾ എല്ലാവരും സിന്ദൂരമൊക്കെ ഇട്ട് സുന്ദരി മണികളായിട്ട് നടക്കണം. അപ്പോഴും ഞാൻ നേരിട്ട് ഒരു ചേച്ചിയുടെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം പക്ഷേ ചേച്ചിയുടെ ചേട്ടൻ ഇപ്പോൾ 1-2 വർഷമൊക്കെയായി ചേച്ചിയുടെ ചേട്ടൻ മരിച്ചു പോയിട്ട്. അപ്പോൾ ഈ ചേച്ചിയെ കാണാൻ ഇപ്പോഴും ഞാനുമായിട്ട് ഭയങ്കര കൂട്ടാണ്. ആ ചേച്ചിയായിട്ട് നല്ല സുന്ദരിയായിട്ടുള്ളൊരു ചേച്ചിയാണ്. പക്ഷേ ഈ കാണുമ്പോൾ ചേച്ചിയുടെ കൂടെ ഒരു കൂട്ടുകാരിയുണ്ട്. പക്ഷേ ആ ചേച്ചി എന്നാൽ സിന്ദൂരം ഇടാറുണ്ട്. അപ്പോൾ ഈ കൂടെ വരുന്ന ചേച്ചിയോട് ഞാൻ സിന്ദൂരം ഇടാത്ത ചേച്ചിയോട് എനിക്ക് ഇങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല. ഈ ചേച്ചി സുന്ദരിയുവാ, ചേട്ടനുണ്ടെന്നും ഒക്കെ എനിക്കറിയാം. പക്ഷേ എന്തുകൊണ്ട് ഈ ചേച്ചി സിന്ദൂരം ഇടുന്നില്ലെന്ന് ഞാൻ നേരിട്ട് ചോദിച്ചു, ചേച്ചി എന്താ സിന്ദൂരം ഇടാത്തത്? അപ്പോഴാ ചേച്ചി പറയുക, ചേട്ടന് സുഖമില്ല, അതുകൊണ്ടാണ് ഞാൻ സിന്ദൂരം ഇടാത്തത്. അപ്പോഴെൻ്റെ ഉള്ളിൽ ചേട്ടനുണ്ടല്ലോ, എന്നാലും ചേച്ചിക്ക് ഇച്ചിരി സിന്ദൂരം ഇട്ടൂടെ, ചേട്ടനുണ്ടല്ലോ ഇപ്പോഴും. അപ്പോൾ ഞാൻ നേരിട്ട് ആ ചേച്ചിയോട് ചോദിച്ചു. പിന്നെ ചേച്ചിയുടെ ആ ഒരു ഇതുകൊണ്ടായിരിക്കും സിന്ദൂരമൊക്കെ അണിഞ്ഞ് നടക്കുമ്പോൾ ഇനി പലരും എന്തെങ്കിലും പറയുമോ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലായിരിക്കും ആ ചേച്ചി ചിലപ്പോൾ സിന്ദൂരം ഇടാഞ്ഞതല്ലേ. ചേട്ടൻ മരിച്ചു പോയി കേട്ടോ. അപ്പോഴും മരണത്തിന് ഞങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാനും ആ ചേച്ചിയായിട്ടൊക്കെ, ഞാൻ പേരൊന്നും പറയുന്നില്ല കേട്ടോ, നല്ല സുന്ദരിയായിട്ടുള്ളൊരു ചേച്ചി. അപ്പോഴിങ്ങനെ ഇപ്പം ഞാൻ ചിലപ്പം ചോദിക്കുക, എന്താ ഇത്തിരി സിന്ദൂരം ഇട്ടാൽ എന്തായാലും ഭർത്താവ് ഉള്ളിടത്തോളം കാലം നമ്മൾ സീമന്തരേഖയിൽ സിന്ദൂരം ധരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ദീർഘസുമംഗലികളായിട്ടിരിക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹമല്ലേ. അപ്പോൾ ഇടാത്ത ചേച്ചിമാരോ അനിയത്തിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത്തിരിയെങ്കിലും ഒന്ന് തോരണം കേട്ടോ, നമ്മുടെ ചേട്ടന്മാർക്ക് വേണ്ടി കേട്ടോ. ഒന്നും വിചാരിക്കണ്ട, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലാട്ടോ. അപ്പോൾ എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു എന്താ ഈ നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ എന്താ അതിനൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല. അതൊക്കെ ഒരു ഇതല്ലയോ അല്ലേ. പിന്നെ നമുക്ക് അതൊക്കെ ഒരു പ്രത്യേകതയുള്ളതാണ് കേട്ടോ. അപ്പോൾ രാവിലെ കുളിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ പൂജാ റൂമിലൊക്കെ ഒന്ന് കയറി പ്രാർത്ഥിച്ച് ഒരു കുഞ്ഞ് ചന്ദനക്കുറിയൊക്കെ ഇട്ടാൽ നമുക്ക് നല്ല പോസിറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല ഒരു ഉന്മേഷം കിട്ടും നമുക്ക്. നമ്മുടെ കയറിയില്ലെങ്കിലും വെളിയിലെങ്കിലും നിന്ന് നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഒരു കുഞ്ഞുക്കുറിയൊക്കെ ഇട്ടാൽ എന്താ രസം, എന്താ ഭംഗി, മനസ്സിന് നല്ലൊരു ഉണർവ് രാവിലെ കേട്ടോ, സത്യമായിട്ടാണ്. അപ്പോൾ ചില കൂട്ടുകാരൊക്കെ എന്നോട് എനിക്ക് കമൻറ്റിൽ കൂടി അറിയില്ല, പോസിറ്റീവ് എനർജി ആണ് കാണുമ്പോൾ തന്നെ. സത്യം, നമുക്ക് മറ്റൊരാളെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ എന്താ ചന്ദനക്കുറിയും ഇതും ഒക്കെ ഇട്ട് നമുക്ക് നിൽക്കുമ്പം നമുക്ക് സത്യം അവരെ നമുക്ക് ഒരു പ്രത്യേക ഒരു ആകർഷണം തോന്നും കേട്ടോ. അത് എനിക്കും അങ്ങനെ തോന്നാറുണ്ട് ചില ആൾക്കാരെ കാണുമ്പോൾ കേട്ടോ. നല്ല ഒരു എന്താ നമുക്ക് നല്ല ഒരു ഉണർവൊക്കെ കിട്ടും അവരെ കാണുമ്പോൾ കേട്ടോ. അപ്പോഴേ എല്ലാവരും പരീക്ഷിക്കുക. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പം നമ്മൾ ഇപ്പം ഇവിടെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ എന്തെങ്കിലും നമ്മുടെ ഒരുപാട് നാമങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കേട്ട് നമ്മുടെ ഒരു ദിവസം തുടങ്ങിയാലുണ്ടല്ലോ നല്ല ഇതാണ് കേട്ടോ, നല്ല ഇതാണ്. ഞാനായിരിക്കും പാട്ടൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോഴേ ഞാനൊരു ശിവഭക്തിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം ശിവനെയാണ് കേട്ടോ. മറ്റവരോടും ഇഷ്ടമല്ലെന്നല്ല, നമ്മുടെ മഹാദേവൻ, നമ്മുടെ ഈ ഒടയങ്കാവിൽ മഹാദേവൻ അങ്ങനെ പറയുമ്പോൾ മഹാദേവൻ ഇവിടെ തൃക്കണ്ണാപുരത്തും മഹാദേവനുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത അമ്പലം അങ്ങനെ ശിവൻ ഭഗവാനായതുകൊണ്ട് നമുക്ക് കൂടുതലും നമ്മൾ ശിവനെയാണ് കേട്ടോ. അപ്പോഴും അതുകൊണ്ട് രാവിലെ ഇതുണ്ടല്ലോ, ശിവനാമങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ രാവിലെ. നമ്മുടെ ഇതൊക്കെ ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവരുടെ അതും ഞാൻ രാവിലെ കേൾക്കും കേട്ടോ. പ്രാർത്ഥനകൾ പണ്ടൊക്കെ ഈ യൂട്യൂബിൽ
നമ്മുടെ വീഡിയോ ഇടുന്നതിന് മുൻപ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിന് മുമ്പ് അടുക്കളയിൽ ഇങ്ങനെ ഫോൺ കൊണ്ടുവച്ചിട്ട് മൊത്തം പ്രാർത്ഥനകളായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഞാൻ വചനം ചെല്ലുന്നുണ്ട് കേട്ടോ, വചനം ചൊല്ലി അയക്കാറുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് ഈശോ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് ഈശോ സാധിച്ചും തന്നിട്ടുണ്ട് കേട്ടോ.